മീഖ 1-ാം അധ്യായം. യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരിസ്ത്യനായ മീഖായ്ക്കുണ്ടായതും അവൻ ശമര്യയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. സകല ജാതികളുമായുള്ളവരെ കേൾപ്പിൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവയെ ചെവിക്കൊള്ളുവിൻ. യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. തീയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. ഇതൊക്കെയും യാക്കോബിൻ്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിൻ്റെ അതിക്രമം എന്ത്? ശമര്യയല്ലയോ? യഹൂദായുടെ പൂജാഗിരികൾ ഏവ? യെരൂശലേം അല്ലയോ? അതുകൊണ്ട് ഞാൻ ശമര്യയെ പൈലിലെ കൽക്കുന്നു പോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും. ഞാൻ അതിൻ്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിൻ്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും. അതിൻ്റെ സകല വേശ്യ സമ്മാനങ്ങളും തീ പിടിച്ച് വെന്തു പോകും. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്. അവ വീണ്ടും വേശ്യ സമ്മാനമായി തീരും. അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെ പോലെ വിലപിച്ച് ഒട്ടക പക്ഷികളെ പോലെ കരയും. അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ. അത് യഹൂദായോളം പരന്ന് എൻ്റെ ജനത്തിൻ്റെ ഗോപുരമായ യെരൂശലേമിനോളം എത്തിയിരിക്കുന്നു. അത് ഗത്തിൽ പ്രസ്താവിക്കരുത്, ഒട്ടും കരയരുത്. ബേത്ത് അഫ്രയിൽ പൊടിവീട്, ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. ഷാഫിർ, അലങ്കാര നഗരനിവാസികളെ, ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നു പോകുവിൻ. സൈനാൻ, പുറപ്പാട്, നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. ബേത്ത് ഏസലിൻ്റെ വിലാപം, നിങ്ങൾക്ക് അവിടെ താമസിപ്പാൻ മുടക്കമാകും. യഹോവയുടെ പക്കൽ നിന്ന് യെരൂശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കിയാൽ മാരോത്ത്, കയ്പ് നിവാസികൾ നന്മയ്ക്കായി കാത്തു പിടയ്ക്കുന്നു. ലാഖീഷ്, ത്വരിത നഗരനിവാസികളെ, തുരകങ്ങളെ രഥത്തിന് കെട്ടുവിൻ. അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നു. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ മൊരേശത്ത് ഗത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും. ബേത്ത് അക്സീബിലെ വ്യാജഗൃഹം, വീടുകൾ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും. മാരേശ, കൈവശം നിവാസികളെ, കൈവശമാക്കുന്ന ഒരുത്തനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും. ഇസ്രായേലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടി വരും. നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൗരം ചെയ്ത് മൊട്ടയാക്കുക. കഴുകനെ പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക. അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ.